നമസ്തേ. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ നാരദ മഹർഷിയാണ് ഏറ്റവും വലിയ ബ്രഹ്മചാരി എന്നല്ലേ. എന്നാൽ ശരിയല്ല അത് കേട്ടോ. ഞാനും ഒരു ബുക്ക് വായിക്കുന്നിടം വരെ അതാണ് വിചാരിച്ചിരുന്നത്. ഒരിക്കലേ നാരദ മഹർഷി ഒരു നദിയുടെ തീരത്തെത്തി. അദ്ദേഹത്തിനാണെ അതിനക്കരെ കരയിലേക്ക് പോവുകയും വേണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു തോണിയോ ഒന്നുമില്ല അദ്ദേഹത്തിന് അക്കരയ്ക്ക് പോകാൻ. എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതുവഴി ഒരു മഹർഷി എത്തി. അദ്ദേഹം പറഞ്ഞു, ഈ നദി വഴി മാറണമെങ്കിൽ ഏറ്റവും ഉചിതമായ ഒരു ബ്രഹ്മചാരിയുടെ പേര് പറഞ്ഞാൽ മാത്രമേ ഈ നദി വഴി മാറൂ എന്ന്. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, എടാ, ഏറ്റവും വലിയ ബ്രഹ്മചാരി ഞാനല്ലേ? എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വരെയും താനൊരു സ്ത്രീയെ സ്പർശിക്കുകയോ അവരുടെ മുഖത്ത് മര്യാദയ്ക്ക് നോക്കുക പോലും താൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെയല്ലേ ഏറ്റവും വലിയ ബ്രഹ്മചാരി? ശരി. അപ്പോൾ ഈ മഹർഷി പറഞ്ഞു, ശരി, നിന്റെ പേര് നീ ഒന്ന് പറഞ്ഞു നോക്കൂ. നാരദൻ പറഞ്ഞു, നദി, ഏറ്റവും വലിയ ബ്രഹ്മചാരി നാരദ മഹർഷിയാണെങ്കിൽ നീ വഴി മാറും, എനിക്ക് അക്കരയ്ക്ക് കടക്കണം. നദി വഴി മാറിയില്ല കേട്ടോ. ഈ മഹർഷി അവിടെ നിന്ന് ചിരിച്ചു. അപ്പോൾ നാരദ മഹർഷി ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഈ മഹർഷി തന്നെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ഭഗവാൻ കൃഷ്ണൻ്റെ പേരൊന്ന് പറഞ്ഞു നോക്കൂ, നദി വഴി മാറുമോ എന്ന് നമുക്ക് നോക്കാം. നാരദ മഹർഷി കളിയാക്കി ചിരിച്ചു, പൊട്ടി ചിരിച്ചു. ചിരിച്ചിട്ട് പറഞ്ഞു, 16,008 ഭാര്യമാരുള്ള ഭഗവാൻ കൃഷ്ണനോ ബ്രഹ്മചാരി? അപ്പോൾ മഹർഷി വീണ്ടും പറഞ്ഞു, നീ എന്തായാലും ഭഗവാൻ കൃഷ്ണൻ്റെ പേരൊന്ന് പറഞ്ഞു നോക്കൂ. ശരി. നാരദ മഹർഷി പറഞ്ഞു, ഏറ്റവും വലിയ ബ്രഹ്മചാരി ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ നദി നീ വഴി മാറൂ എന്ന്. അതാ 2 സൈഡിലേക്ക് നദി ഇങ്ങനെ വഴി മാറി. അപ്പോൾ നാരദ മഹർഷി ആലോചിക്കുകയായിരുന്നു, എടാ, ഈ 16,008 ഭാര്യമാരുള്ള ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് ബ്രഹ്മചാരിയായത് എന്ന്. കൃഷ്ണൻ നിരവധി വിവാഹം കഴിച്ചിട്ടും ബ്രഹ്മചാരിയായിരിക്കുന്നു എന്ന്. അതാണ് കൃഷ്ണനെ കൃഷ്ണനാക്കിയത്. കൃഷ്ണൻ പറഞ്ഞത് എന്താണ്? സ്വന്തം ഭാവം എന്താണോ അതായി തീരുക എന്നതാണ്. എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ഭാവം? ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നു, എനിക്ക് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ഒക്കെ തന്നെ വരാം. പക്ഷേ ഞാൻ അതിനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിത് വായിച്ചപ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം എന്നെൻ്റെ മനസ്സിൽ വിചാരിച്ചത് കൊണ്ടാണ് ഞാനിത് ഇതിലേക്ക് ചെയ്തത്. എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ, നന്ദി.